സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാൻ അവലോകയൻ എന്ന് തുടർച്ച. ഭഗവാൻ ദേവതാരൂപം എന്തുകൊണ്ട് നിഷ്കർഷിച്ചില്ല? ഭഗവാൻ ഏതെങ്കിലും ദേവതാരൂപം നിഷ്കർഷിച്ചാൽ അതെല്ലാവർക്കും സ്വീകാര്യമാവില്ല. സ്പഷ്ടമാണ്. എല്ലാവരും ദേവതകളിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. എല്ലാവരും ഈശ്വരനെ തന്നെ അംഗീകരിക്കുന്നവരായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ളവർക്കും ധ്യാനസ്ഥിതിയിലേക്ക് ഉയരാം. ഇനി ദേവതയിൽ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവരാണെങ്കിലും ഒരു ദേവതയിൽ ഒരാൾ വിശ്വസിക്കുന്നതിൽ മറ്റൊരാൾ വിശ്വസിച്ചോളണമെന്നില്ല. അവിടെ ശൈവൻ വൈഷ്ണവ ബിംബങ്ങളെ സ്വീകരിക്കില്ല, വൈഷ്ണവൻ ശൈവ ബിംബങ്ങളെ സ്വീകരിക്കില്ല, ഇവർ ശാക്തേയ ബിംബങ്ങളെ സ്വീകരിക്കില്ല. സൗരരും ഗാണപത്യരും സ്കാന്ദരും പ്രത്യേകമാണ്. ഇനി ഓരോന്നിലും അവാന്തര വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ദേവത സങ്കല്പത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ആൾ മാത്രമേ അതിനെ സ്വീകരിക്കൂ. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്നവർക്കും അതിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഭഗവത്ഗീത അത്തരമൊരു ദൈവശാസ്ത്രമല്ല, തിയോളജി അല്ല ഭഗവത്ഗീത. ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്, ഞാൻ മതവിശ്വാസം ഇല്ലാത്ത ആളാണ്, ഞാൻ ഇന്ത്യനാണ്, അമേരിക്കനാണ്, ആഫ്രിക്കനാണ്, അറേബ്യനാണ്, ആർക്കും സ്വീകാര്യമാണ് ഭഗവത്ഗീത ഉപദേശം. സാർവജനികമാണ്. അതിനെ ഒതുക്കരുത്. അത് ശാസ്ത്രമാണ്, അത് പ്രമാണമാണ്. പ്രമാണമായിരിക്കുന്ന ശാസ്ത്രം എല്ലാവർക്കും സ്വീകാര്യമാകണം. അതേതവസ്ഥയിലും അങ്ങനെ തന്നെ ആവണം. ഇതര പ്രമാണങ്ങളെ കൊണ്ട് ബാധിക്കപ്പെട്ടാൽ അതിനെ പ്രമാണം എന്ന് നമ്മൾ വിളിക്കില്ല. എന്തിന് ഭഗവാൻ ഇവിടെ? ഭഗവാനൊക്കെ പോട്ടെ, നമ്മളെ സ്വന്തം അനുഭവം പറഞ്ഞുതരാം. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നു, ഒരു 18 വയസ്സ് 19 വയസ്സ്, എന്തായാലും 20 ചോടെയാണ്, കോളേജ് വിദ്യാർത്ഥിയാണ്. തീരെ ഏകാഗ്രത കിട്ടുന്നില്ല. പണ്ട് നല്ലപോലെ പഠിച്ചിരുന്നു, SLC ഒക്കെ പഠിക്കുമ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോളേജിൽ കയറിയതിനു ശേഷം മാർക്കേ ഇല്ല. പഠിക്കുമ്പോൾ ഒക്കെ അത്യാവശ്യം ഒക്കെ മനസ്സിലാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും തലയിലുണ്ടാവില്ല. അതും മനസ്സിലാവുന്നത് കുറവാണ്, പണ്ടത്തെ പോലെയല്ല. ഒട്ടും മനസ്സേകാഗ്രമായി നിൽക്കണില്ല. എന്താ സ്വാമി ഞാൻ ചെയ്യുക, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൻ്റെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും നല്ല ശാന്തമായി പോയി ഇരുന്ന് അല്പം പ്രാർത്ഥിക്കാവുന്ന ക്ഷേത്രമുണ്ടോ? ഉണ്ട് സ്വാമി. എന്നാൽ പിന്നെ ദിവസവും രാവിലെ അവിടെ ഒന്ന് പോയി ഒന്ന് ശാന്തമായി ഇരുന്ന്. എനിക്ക് വിശ്വാസമല്ല. ശരി, സാരമില്ല. ഭഗവാന്റെ നാമം നിനക്ക് വിശ്വാസമുണ്ടോ? ഇല്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഒരു മന്ത്രം പറഞ്ഞുതരാം, ആ ദിവസം ജപിച്ചാൽ മതി. അതിലൊന്നും എനിക്കതിൽ താല്പര്യമല്ല സ്വാമി. അപ്പോൾ നിനക്കിതൊന്നും വയ്യ, നിനക്ക് ഏകാഗ്രത വേണം താനും. അതിരിക്കട്ടെ, നിനക്ക് ക്ഷേത്രവിശ്വാസമില്ല, ദേവതാവിശ്വാസമില്ല, മന്ത്രവിശ്വാസമില്ല, വേണ്ട. നിനക്കൊരു മൂക്കുണ്ടോ? ഉണ്ടല്ലോ. അതിനൊരു തുമ്പുണ്ടോ? ഉണ്ടല്ലോ. അതുണ്ടെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്നാൽ മതി, അത് മതി, രക്ഷപ്പെട്ടു. നാളെ മുതൽ രാവിലെ സൂര്യോദയത്തിൻ്റെ ഒരു ചുരുങ്ങിയത് 1 മണിക്കൂർ മുമ്പെങ്കിലും ദേഹശുദ്ധി വരുത്തി നീണ്ടു നിവർന്ന് ഇരിക്കാൻ പറ്റും വെച്ചാൽ നീണ്ടു നിവർന്ന്, ഇല്ലെങ്കിൽ എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുക വെച്ചാൽ അങ്ങനെ നീണ്ടു നിവർന്ന് ഇരുന്നിട്ട് നമ്മളെ ശ്രദ്ധ മുഴുവൻ നട്ടലിൽ പോകുമ്പോൾ അത് വേണ്ട, കാലിൻ്റെ മുട്ടുമ പോകുമ്പോൾ അത് വേണ്ട. എന്താണോ അനുകൂലമായത് അങ്ങനെ ഒരു നീണ്ടു നിവർന്നൊക്കെ എനിക്ക് ഇരിക്കാം സ്വാമി. ശരി, നീണ്ടു നിവർന്നിരിക്കും. എന്നിട്ട് മൂക്കിൻ്റെ തുമ്പത്തേക്ക് 2 ദൃഷ്ടി ഉറപ്പിക്കുക. മിനിമം ഒരു 24 മിനിറ്റെങ്കിലും ഇരിക്കണം. എന്നിട്ട് നമുക്കൊരു 2 മാസം അത് ചെയ്തിട്ട് വരൂ. ബാക്കി കാര്യം പിന്നെ പറയാം. ഏതൊരു മാസം കഴിഞ്ഞ് വന്നു, നിന്നോട് 2 മാസം കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞത്? ഇല്ല സ്വാമി, എനിക്ക് പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പോരാ, പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുന്ന വെച്ചാൽ മൂക്കിന് മുമ്പ് നോക്കണം. അതിനേക്കാൾ നന്നായി സാധിക്കണം. 10 മണിക്കൂർ കൊണ്ടൊരു സാധാരണ വിദ്യാർത്ഥി പഠിക്കുന്ന പോർഷൻ
നിനക്കൊരു 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയും. ബാക്കി 8 മണിക്കൂർ നിനക്ക് കളിക്കാം. ഉറപ്പ്, ഞാനാ പറയണത്. ബുദ്ധിയുടെ ഏകാഗ്രത, മനസ്സിൻ്റെ ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നമുക്ക് സാധിക്കും. കാരണം മനുഷ്യന് അത്ര സാധ്യതയുണ്ട്. ആ സാധ്യതയെ നമ്മൾ ഉപയോഗിക്കാത്തതാണ്. പിന്നെ വളരെ സന്തോഷമായിട്ട് പല പ്രാവശ്യം ഇവിടെ വന്നു. അപ്പോൾ എവിടെയാണ് കക്ഷിയെന്ന് അറിയില്ല. നല്ല നിലയ്ക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞു. അതിന് മുകളിൽ എന്തൊക്കെയോ പ്രൊഫഷണൽ കോഴ്സിന് പോയി. വളരെ ഉയർന്ന അയാൾ എൻജിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോയത്. അപ്പോൾ പറഞ്ഞത്, ഇപ്പം നേരം മറിച്ച് നമശിവായ ജപിക്ക് പറഞ്ഞാൽ അതിൽ വിശ്വാസമുള്ള ആൾക്കല്ലേ പറ്റുള്ളൂ. നാരായണായ ജപിക്ക് പറഞ്ഞാൽ അതിൽ വിശ്വാസമുള്ള ആൾക്കല്ലേ പറ്റുള്ളൂ. മൂക്കരുതുമ്പോൾ എല്ലാവർക്കും ഇല്ലേ? ആർക്കല്ലാത്ത? ഇനി ഏതെങ്കിലും ആൾക്ക് സന്ദർഭവശാൽ വല്ല വാഹനാപകടത്തിലോ വല്ല മറ്റപകടങ്ങളിലോ അടിപിടിയിലോ മറ്റോ മൂക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. അതിപ്പോൾ വളരെ ചുരുക്കം പേരേ വരുള്ളൂ. അത് ഭഗവാൻ അവരോട് മാറ്റി പറഞ്ഞു കൊടുത്തോളാം. അത് ഈ 5ാം വിഭാഗം വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്താ ഏത് അവിടെ വിഷയാകാര വൃത്തി എന്നുള്ളതൊക്കെ നമ്മൾ വേദാന്തത്തിൻ്റെ ഭാഷയിൽ ചിന്തിക്കുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, ഏകാഗ്രത നേടുക എന്നുള്ളത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നേരിന് അതൊക്കെ വേദാന്തത്തിൽ. ഇത് വേദാന്തം അല്ല. ഇത് ആദ്യം വേദാന്തത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം ഏകാഗ്രത വേണം. അത് സമ്പാദിക്കാനാ പോയി പറഞ്ഞേ. നേതിയൊക്കെ പിന്നെ വരുന്നതാ. വേദാന്തത്തെക്കുറിച്ച് പ്രാഥമികമായി സംസാരിക്കണമെങ്കിൽ പോലും ഏകാഗ്രത കൈവരിക്കണം. അതല്ലേ ഇപ്പൊ വേണ്ടത്. ആദ്യം ഈ സ്റ്റെപ്പ് അതാണ്. ഇതിനും പറ്റാത്ത ആൾക്ക് നമ്മൾ കർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നേതി പറഞ്ഞാൽ ശരിയാവുക ഇല്ല. ഇത് ഘട്ടം ഘട്ടമായിട്ടാണ്. അത് ശ്രദ്ധിക്കുക.